നിയമസഭയിൽ നാടകീയ സംഭവ വികാസങ്ങൾ. പരസ്പരം കൊമ്പുകോർത്ത് സ്പീക്കറും പ്രതിപക്ഷ നേതാവും. പ്രതിഷേധമുയർത്തി UDF അംഗങ്ങൾ. നിലപാടിൽ ഉറച്ചുനിന്ന് സ്പീക്കർ AN ഷംസീർ. സ്പീക്കർ AN ഷംസീറും പ്രതിപക്ഷ നേതാവ് VD സതീശനും കൊമ്പുകോർത്തതോടെ നിയമസഭയിൽ അരങ്ങേറിയത് നാടകീയ സംഭവ വികാസങ്ങൾ. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം നീണ്ടപ്പോൾ തടഞ്ഞതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. താൻ പ്രസംഗിക്കുമ്പോൾ സ്പീക്കർ നിരന്തരം ഇടപെട്ട് തടസ്സപ്പെടുത്തുന്നുവെന്ന് ഇതിനു മുമ്പും VD സതീശൻ ആരോപണമുയർത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറിച്ചതിനെതിരെ കോൺഗ്രസ് നേതാവ് AP അനിൽകുമാറാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി നോട്ടീസ് നൽകിയത്. ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം അനന്തമായി നീണ്ടപ്പോഴാണ് സ്പീക്കർ ഇടപെട്ടതും വൈകാരിക വിക്ഷോഭങ്ങൾക്ക് വഴിയൊരുങ്ങിയതും. ഇടത് സർക്കാർ SC/ST വിഭാഗങ്ങളുടെ പദ്ധതികൾ ബോധപൂർവം വെട്ടിച്ചുരുക്കുകയായിരുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. SC/ST വിഭാഗങ്ങളുടെ 512 കോടിയുടെ പദ്ധതികൾ ഈ ജനുവരിയിൽ 390 കോടിയായി കുറയ്ക്കുകയാണ് സർക്കാർ ചെയ്തതെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. പ്രസംഗത്തിനിടയിൽ അനുവദനീയ സമയം കഴിഞ്ഞത് സ്പീക്കർ ചൂണ്ടിക്കാണിച്ചതോടെ VD സതീശൻ പ്രകോപിതനായി. സഭയിൽ പ്രസംഗിക്കാനുള്ളത് തന്റെ അവകാശമാണ്, തന്നെ തടസ്സപ്പെടുത്താൻ സ്പീക്കർ ബോധപൂർവം ശ്രമിക്കുകയാണ്, ആ വിധത്തിൽ സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്നും പൊട്ടിത്തെറിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. എന്നാൽ പ്രസംഗത്തിന്റെ 9ാം മിനിറ്റിൽ മാത്രമാണ് താൻ ഇടപെട്ടതെന്നും ആരെയും തടസ്സപ്പെടുത്തുക തന്റെ രീതിയല്ലെന്നും സ്പീക്കറും തിരിച്ചടിച്ചു. തനിക്ക് സംസാരിക്കാനുള്ളത് തന്റെ അവകാശമാണെന്നും ആരുടെയും ഔദാര്യമല്ലെന്നുമുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തോടെ അന്തരീക്ഷം വീണ്ടും വഷളായി. ഔദാര്യത്തിന്റെ പ്രശ്നമല്ലെന്നും വിത്തൌട്ട് ഇന്റർവെൻഷൻ യു സ്പോക്ക് 9 മിനിറ്റ്സ് എന്ന് സ്പീക്കർ തിരിച്ചടിക്കുകയും ചെയ്തു. ഇറ്റ് ഈസ് മൈ റൈറ്റ്സ് ടു സ്പോക്ക് ഹിയർ, ഐ ആം ഓൺ മൈ ലെഗ്സ് എന്ന മട്ടിൽ കടുത്ത വാക്കുകളുമായി VD സതീശനും കത്തിക്കയറി. സ്പീക്കറും പ്രതിപക്ഷ നേതാവും ഈ വിധത്തിൽ ഏറ്റുമുട്ടിയതോടെ സഭാന്തരീക്ഷവും കലുഷിതമായി. പ്രതിപക്ഷാംഗങ്ങൾ VD സതീശനെ പിന്തുണയുമായി സഭയുടെ നടുത്തളത്തിലിറങ്ങി ബഹളം വയ്ക്കുകയും ചെയ്തു. ഇതിനിടെ സ്പീക്കർ അംഗങ്ങളെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടു. നേതൃത്വം അതിന് തയ്യാറാകാതെ വന്നപ്പോൾ സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്ത് അടുത്ത നടപടിക്രമത്തിലേക്ക് കടക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ആരോപണത്തിൽ വിശദീകരണവുമായി ധനമന്ത്രി KN ബാലഗോപാൽ രംഗത്തെത്തി. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും ദളിത് വിഭാഗങ്ങൾക്കായി സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് വരുത്തി തീർക്കാനാണ് പ്രതിപക്ഷ ശ്രമമെന്നും അദ്ദേഹം കണക്കുകൾ ഉദ്ധരിച്ച് വ്യക്തമാക്കി. ധനമന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയും ചെയ്തു. തുടർന്ന് സഭാ നടപടികൾ വേഗത്തിലാക്കി സഭ പിരിയുകയും ചെയ്തു. മാർച്ച് 3-നാണ് വീണ്ടും നിയമസഭ ചേരുക. നിയമസഭയിൽ അരങ്ങേറിയ അസ്വാഭാവിക സംഭവ വികാസങ്ങൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയിട്ടുള്ളത്. തന്നെ ആസൂത്രിതമായി തടയാനുള്ള നീക്കങ്ങൾ സ്പീക്കർ നേരത്തെ തന്നെ നടത്തുന്നുണ്ടെന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയിട്ടുള്ളത്. അത്യന്തം ഗുരുതരമാണിത്. അതേസമയം ഈ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും മാധ്യമ ശ്രദ്ധ നേടാനുള്ള പ്രതിപക്ഷ നേതാവിന്റെ തന്ത്രങ്ങൾ മാത്രമാണിതെന്ന ആരോപണവും ഇതോടൊപ്പം ശക്തമായി ഉയർന്നിട്ടുണ്ട്. ഇവിടെയും സമയക്ലിപ്തത പാലിക്കാതെ പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചത് ചൂണ്ടിക്കാണിക്കുക എന്ന ചുമതല മാത്രമാണ് സ്പീക്കർ ചെയ്തതെന്നും അവർ വിശദീകരിക്കുന്നുമുണ്ട്. പക്വതയോടെ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതിന് പകരം ധാർഷ്ട്യ രീതിയിൽ VD സതീശൻ ഇടപെട്ടതാണ് പ്രശ്നങ്ങൾ ഗുരുതരമാക്കാൻ കാരണമായതെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. മാർച്ച് മാസത്തിൽ നിയമസഭാ സമ്മേളനം വീണ്ടും ആരംഭിക്കാനിരിക്കെ സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള കൊമ്പുകോർക്കൽ വീണ്ടും തുടരുമോ എന്ന് കാത്തിരുന്ന് കാണുക തന്നെ വേണം.